എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗത്തിലെ ശ്ലോകം 45 വരെയുള്ള ലളിതമായ മലയാളത്തിലുള്ള ആഖ്യാനമാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ഇനി ശ്ലോകം 46 മുതൽ മലയാളത്തിലുള്ള വ്യാഖ്യാനം നോക്കാം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗം ശ്ലോകം 46. യവാനർത്ഥ ഉദപാനേ സർവദഃ സപ്ലുതോതകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. യവാനർത്ഥ ഉദപാനേ. യവാൻ അർത്ഥഃ എത്രത്തോളം പ്രയോജനമുണ്ടാകുന്നുവോ, ഉദപാനേ കുടിക്കാനും പൊളിക്കാനും ഉള്ള ജലാശയങ്ങളിൽ നിന്ന്, അതായത് കിണർ, കുളം മുതലായ ചെറിയ ജലാശയങ്ങളിൽ നിന്ന്. സർവതഃ സംപ്ലുതോതകേ. സർവതഃ സംപ്ലുതോതകേ എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കിൽ നിന്നും വെള്ളം വന്ന് നിറയുന്ന വലിയൊരണക്കെട്ടിൽ നിന്ന്. താവാൻ സർവേഷു വേദേഷു. സർവേഷു വേദേഷു എന്ന് പറഞ്ഞാൽ വേദത്തിൽ പറഞ്ഞ കർമ്മങ്ങളിൽ നിന്ന് ഏതേതു ഫലങ്ങൾ കിട്ടുമോ അവ മുഴുവൻ. ബ്രാഹ്മണസ്യ ബ്രഹ്മജ്ഞാനിക്ക്, വിജാനതഃ നിശ്ചയാത്മിക ബുദ്ധിയോടുകൂടിയ, ഭവതി ഉണ്ടാകുന്നു, യഥാ ഭവതി എങ്ങനെ ലഭിക്കുന്നുവോ, ഭവതി ഉണ്ടാകുന്നു എന്നാണ്. അപ്പം അതിൻ്റെ മുഴുവൻ അർത്ഥം പറഞ്ഞാൽ കുടിക്കാനും കുളിക്കാനുമുള്ള ചെറിയ ജലാശയങ്ങളിൽ നിന്ന്, അതായത് കിണർ, കുളം മുതലായിട്ടുള്ള ചെറിയ ജലാശയങ്ങളിൽ നിന്ന് എത്രത്തോളം പ്രയോജനം ഉണ്ടാകുന്നുവോ അത്രത്തോളവും അതിലധികവും പ്രയോജനം എല്ലാ ദിക്കിൽ നിന്നും വെള്ളം വന്ന് നിറയുന്ന വലിയൊരണക്കെട്ടിൽ നിന്ന് എങ്ങനെ ലഭിക്കുന്നുവോ അതുപോലെ വേദത്തിൽ പറഞ്ഞ കർമ്മങ്ങളിൽ നിന്ന് ഏതേത് ഫലങ്ങൾ കിട്ടുമോ അവ മുഴുവൻ നിശ്ചയാത്മിക ബുദ്ധിയോടുകൂടിയ ബ്രഹ്മജ്ഞാനിക്ക് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. ശ്ലോകം 47. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭുർ മാ തേ സംഗോസ്ത്വ കർമ്മണി. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. കർമ്മണി ഏവ കർമ്മം ചെയ്യാൻ മാത്രമേ, തേ നിനക്ക്, അധികാരഃ അധികാരമുള്ളൂ, മാ ഫലേഷു കഥാചന കഥാചന ഒരിക്കലും, ഫലേഷു കർമ്മഫലങ്ങളിൽ, മാ ആഗ്രഹം ഉണ്ടാവരുത്, മാ കർമ്മഫലഹേതുർ ഭൂർ തേ സംഗോസ്തു കർമ്മണി. മാ കർമ്മഫലഹേതുർഭുർ മാ ഭൂ എന്ന് പറഞ്ഞാൽ നീ ഒരിക്കലും തീരരുത്, കർമ്മഫലഹേതുഹു കർമ്മഫലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനായിട്ട്, തേ നിനക്ക്, അകർമ്മണി കർമ്മം ചെയ്യാതിരിക്കുന്നതിലും, സംഗോസ്ത കർമ്മണി എന്നാണ്, അതായത് കർമ്മം ചെയ്യാതിരിക്കുന്നതിലും, സംഗഹ താൽപ്പര്യം, മാ അസ്തു അരുത് എന്നാണ്. എൻ്റെ മുഴുവൻ അർത്ഥം പറഞ്ഞാൽ നിനക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ, ഒരിക്കലും കർമ്മഫലങ്ങളിൽ ആഗ്രഹം ഉണ്ടാവരുത്, അതായത് അത് ഈശ്വരനാണ് തീരുമാനിക്കുന്നത്, കർമ്മഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത് എന്നാണ് പറഞ്ഞത്. കർമ്മഫലത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവനായിട്ട് നീ ഒരിക്കലും തീരരുത്, നിനക്ക് കർമ്മം ചെയ്യാതിരിക്കുന്നതിലും ഒരിക്കലും താല്പര്യം അരുത്, കർമ്മം ചെയ്തേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ശ്ലോകം 48. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്താ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോഹ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ. യോഗസ്ഥഃ കുരു കർമാണി. യോഗസ്ഥഃ യോഗത്തിൽ നിഷ്ഠയോടുകൂടിയവനായി, അതായത് ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് യോഗത്തിൽ നിഷ്ഠയോടുകൂടിയവനായിട്ട്. കുരു കർമാണി. കർമാണി കർത്തവ്യ കർമ്മങ്ങളെയും കർത്തവ്യങ്ങളെയും കുരു ചെയ്താലും,
സംഘം ത്യക്ത ധനഞ്ജയ. സംഘം ത്യക്ത ഞാൻ ചെയ്യുന്നു എന്ന അഭിമാനത്തെ ഉപേക്ഷിച്ചിട്ട് ധനഞ്ജയ അർജുന. സിദ്ധ്യസിദ്ധ്യോഹ സമോ ഭൂത്വ. സിദ്ധ്യസിദ്ധ്യോഹ ഫലം കിട്ടിയാലും ഇല്ലെങ്കിലും സമഭൂത്വ തുല്യനിലയോടുകൂടിയവനായി തീർന്നിട്ട്. സമത്വം യോഗ ഉച്യത്തെ. സമത്വം ഫലം അനുകൂലമോ പ്രതികൂലമോ ആയി തീർന്നാലും അതിനെ ഒരു സമനിലയിൽ കണ്ടിട്ട്. യോഗ യോഗമെന്ന് ഉച്യത്തെ പറയുന്നത്. അർത്ഥം മുഴുവൻ പറഞ്ഞാൽ, അർജുന നീ യോഗത്തിൽ നിഷ്ഠയോടുകൂടിയവനായി, അതായത് ഭഗവാനിൽ മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് യോഗത്തിൽ നിഷ്ഠയോടുകൂടിയവനായി ഞാൻ ചെയ്യുന്നു എന്ന അഭിമാനത്തെ അല്ലെങ്കിൽ അഹങ്കാരത്തെ അതിനെ ഉപേക്ഷിച്ചിട്ട് ഫലം കിട്ടിയാലും ഇല്ലെങ്കിലും തുല്യനിലയോടുകൂടിയവനായി തീർന്നിട്ട് കർത്തവ്യ കർമ്മങ്ങളെ ചെയ്താലും ഫലം അനുകൂലമോ പ്രതികൂലമോ ആയി തീർന്നാലും അതിനെ ഒരു സമനിലയിൽ ബോധിക്കാറായി തീരലിനെ തന്നെയാണ് യോഗം എന്ന് പറയുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് അർജുനന്. ശ്ലോകം 49. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാത് ധനഞ്ജയ ബുദ്ധൗ ശരണമന്യുച്ഛ കൃപണാഃ ഫലഹേതവഃ. ദൂരേണ ഹ്യവരം കർമ്മ. ദൂരേണ അവരം ഹി എത്രയോ നിസാരം തന്നെയാണ് നിശ്ചയം. ബുദ്ധിയോഗ ധനഞ്ജയ. അർജുന നിശ്ചയാത്മിക ബുദ്ധിയോടെ, ബുദ്ധിയോഗാത്ത് എന്ന് പറഞ്ഞാൽ നിശ്ചയാത്മിക ബുദ്ധിയോടെ, ബുദ്ധൗ ശരണമന്യുച്ഛ. ബുദ്ധൗ നിശ്ചയാത്മികമായ ബുദ്ധിയിൽ, ശരണം അന്യുച്ഛ രക്ഷാസ്ഥാനത്തെ നീ ആഗ്രഹിച്ചാലും, കൃപണാഃ ദയനീയമാരാണ്, ഫലഹേതവഃ ഫലഹേതവഃ ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവർ, അത്തഃ അതിനാൽ എന്നാണ്. അപ്പം അതിൻ്റെ മുഴുവൻ അർത്ഥം പറഞ്ഞാൽ, അർജുന നിശ്ചയാത്മിക ബുദ്ധിയോടെ ചെയ്യപ്പെടുന്ന കർമ്മയോഗത്തേക്കാൾ ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യപ്പെടുന്ന കർമ്മം എത്രയോ നിസ്സാരം തന്നെയാണ് നിശ്ചയം. അതിനാൽ നിശ്ചയാത്മികമായ ബുദ്ധിയിൽ രക്ഷാസ്ഥാനത്തെ നീ ആഗ്രഹിച്ചാലും ഫലത്തെ ആഗ്രഹിച്ചു കർമ്മം ചെയ്യുന്നവർ ദയനീയന്മാരാണ്. അതായത് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതിന് ഫലം ഇച്ഛിച്ചിട്ട് ചെയ്യരുത് എന്ന് പറയാണ്. നമ്മൾ ഒരു കർമ്മം ചെയ്യണം, അത് നിശ്ചയമാണ്. ആ ഒരു നിശ്ചയാത്മിക ബുദ്ധിയോടെ കർമ്മം ചെയ്യുക. ഒരു ഫലത്തെ ഇച്ഛിച്ചുകൊണ്ട് കാംക്ഷിച്ചുകൊണ്ട് കർമ്മം ചെയ്യരുത് എന്നാണ് പറയുന്നത്. ശ്ലോകം 50. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ. ബുദ്ധിയുക്തഃ സുഖത്തിലും ദുഃഖത്തിലും സമബുദ്ധിയെ സമ്പാദിക്കാൻ കഴിഞ്ഞവൻ. ഇഹ ഈ ജന്മത്തിൽ തന്നെ സുകൃത ദുഷ്കൃതേ ഉഭേ പുണ്യം പാപം എന്നിവ രണ്ടിനെയും ജഹാതി ഉപേക്ഷിക്കുന്നു. തസ്മാത് യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. തസ്മാത് യോഗായ യുജ്യസ്വ. തസ്മാത് അതിനാൽ, യോഗായ ജ്ഞാനപ്രാപ്തിക്കു വേണ്ടതായ മനഃശുദ്ധിയെ സമ്പാദിക്കാൻ അത്യാവശ്യമായ കർമ്മയോഗത്തെ അനുഷ്ഠിക്കാനായിട്ട് യുജ്യസ്വ പ്രയത്നിക്കൂ. കർമ്മസു കർമ്മങ്ങളിലുള്ള കൗശലം സാമർഥ്യം തന്നെയാണ് യോഗഃ യോഗം എന്ന് പറയുന്നത്. അതായത് മുഴുവൻ അർത്ഥം പറഞ്ഞാൽ, സുഖത്തിലും ദുഃഖത്തിലും സമബുദ്ധിയെ സമ്പാദിക്കാൻ കഴിഞ്ഞവൻ ഈ ജന്മത്തിൽ തന്നെ പുണ്യം പാപം എന്നിവ രണ്ടിനെയും ഉപേക്ഷിക്കുന്നു. അതിനാൽ ജ്ഞാനപ്രാപ്തിക്കു വേണ്ടതായ മനഃശുദ്ധിയെ സമ്പാദിക്കാൻ അത്യാവശ്യമായിട്ടുള്ള കർമ്മയോഗത്തെ അനുഷ്ഠിക്കാനായിട്ട് പ്രയത്നിക്കൂ. കർമ്മങ്ങളിലുള്ള സാമർഥ്യം തന്നെയാണ് യോഗം എന്നാണ് പറയുന്നത്. അതായത്
സുഖവും ദുഃഖവും ഒക്കെ ഒരുപോലെ കാണാൻ, അതിനെ ഒരു സമബുദ്ധിയെ പോലെ കാണാൻ പറ്റുന്നവർക്കാണ് പുണ്യവും പാപവും ഒക്കെ ഉപേക്ഷിക്കാൻ പറ്റുക. ഈ ജന്മത്തിൽ തന്നെ ഉപേക്ഷിക്കാൻ പറ്റുക എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടതായിട്ടുള്ള മനഃശുദ്ധിയെ കൊണ്ട് തരുന്നത് എന്താണ്? കർമ്മയോഗമാണ്. അതുകൊണ്ട് തന്നെ കർമ്മയോഗത്തെ അനുഷ്ഠിക്കാനായിട്ട് പ്രയത്നിക്കൂ. കർമ്മത്തിലുള്ള സാമർഥ്യമാണ് യോഗം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്ലോകം 51. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധവിനിർമുക്താഃ പദം ഗച്ഛന്ത്യനാമയം. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ. കർമ്മജം കർമ്മത്തിൽ നിന്നുണ്ടാവുന്ന, ബുദ്ധിയുക്ത സുഖത്തിലും ദുഃഖത്തിലും സമബുദ്ധിയോടു കൂടിയവർ, ഫലം ത്യക്ത്വാ ഫലത്തെ ഉപേക്ഷിച്ചിട്ട്, മനീഷിണഃ ജ്ഞാനികളായി തീർന്ന്, ജന്മബന്ധ വിനിർമുക്താഃ ജന്മബന്ധങ്ങളിൽ നിന്ന് മുക്തരായിട്ട്, പദം ഗച്ഛന്ത്യനാമയം അതായത് അനാമയം പദം ഗച്ഛന്തി ഹി എന്നാണത്. അതായത് അനാമയം പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖരഹിതമായ സ്ഥാനത്തെ, അതായത് മോക്ഷത്തെ, ഗച്ഛന്തി ഹി പ്രാപിക്കുന്നു, നിശ്ചയം. ഹി എന്ന് പറയുന്നത് നിശ്ചയം. അതിൻ്റെ മുഴുവൻ അർത്ഥം പറഞ്ഞാൽ സുഖത്തിലും ദുഃഖത്തിലും സമബുദ്ധിയോടു കൂടിയവർ കർമ്മത്തിൽ നിന്നുണ്ടാവുന്ന ഫലത്തെ ഉപേക്ഷിച്ചിട്ട് ജ്ഞാനികളായി തീർന്ന് ജന്മബന്ധത്തിൽ നിന്ന് മുക്തരായി ദുഃഖരഹിതമായ സ്ഥാനത്തെ, അതായത് മോക്ഷത്തെ പ്രാപിക്കുന്നു, നിശ്ചയം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്ലോകം 52. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി യഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. യഥാ തേ മോഹകലിലം. യഥാ എപ്പോഴാണോ, തേ നിന്റെ, മോഹകലിലം അവിവേകരൂപമായ കാലുഷ്യത്തെ, അതായത് ഞാൻ ശരീരമാണെന്ന മിഥ്യാബോധത്തെ, ബുദ്ധിർവ്യതിതരിഷ്യതി ബുദ്ധി വ്യതിതരിഷ്യതി കടക്കുന്നത്, തഥാ ഗന്ധാസി നിർവേദം തഥാ അപ്പോൾ, ഗന്ധ അസി നീ പ്രാപിച്ചവനായി തീരും, നിർവേദം വൈരാഗ്യത്തെ, ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ശ്രോതവ്യസ്യ ഇനി കേൾക്കേണ്ടവയിലും, ശ്രുതസ്യ ച ഇതേവരെ കേട്ടതിലും ആണ്. അതിൻ്റെ അർത്ഥം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴാണോ നിൻ്റെ ബുദ്ധി അവിവേകരൂപമായ കാലുഷ്യത്തെ, അതായത് ഞാൻ എന്നത് ഒരു ശരീരമാണ് എന്നുള്ള ആ മിഥ്യാബോധത്തെ മറികടക്കുന്നത്, അപ്പോൾ ഇനി കേൾക്കേണ്ടവയിലും ഇതുവരെ കേട്ടതിലും നീ വൈരാഗ്യത്തെ പ്രാപിച്ചവനായി തീരും എന്നാണ് പറയുന്നത്. ശ്ലോകം 53. ശ്രുതി വിപ്രതിപന്നാതേ യഥാ സ്ഥാസ്യതി നിശ്ചല സമാധാവചലാ ബുദ്ധി തഥാ യോഗമവാപ്സ്യസി എന്ന് പറഞ്ഞാൽ, ശ്രുതി വിപ്രതിപന്നാതേ. ശ്രുതി വിപ്രതിപന്ന ലൗകികമായും വൈദികമായും പലതും കേട്ടതിനാൽ എന്താണ് ലക്ഷ്യമെന്നറിയാതെ ആകെ കലങ്ങിയിരിക്കുന്ന തേ ബുദ്ധി നിന്റെ ബുദ്ധി, യഥാ സ്ഥാസ്യതി നിശ്ചല. യഥാ സ്ഥാസ്യതി നിശ്ചല യഥാ എപ്പോഴാണോ, അചല സ്ഥാസ്യതി സ്ഥിരമായി ഉറച്ചു നിൽക്കുന്നത്, നിശ്ചല ചലിക്കാതെ, സമാധാവചല ബുദ്ധിസ്ഥത യോഗമവാപ്സ്യസി എന്ന് പറഞ്ഞാൽ സമാധൗ ആത്മാവിൽ, അജല സ്ഥാസ്യതി സ്ഥിരമായി ഉറച്ചു നിൽക്കുന്നത്, യോഗമവാപ്സ്യസി യോഗം യോഗത്തെ, അവാപ്സ്യസി നീ പ്രാപിച്ചവനായി തീരും. അതിൻ്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ, ലൗകികമായും വൈദികമായും പലതും കേട്ടതിനാൽ
എന്താണ് ലക്ഷ്യമെന്നറിയാതെ കലങ്ങിയിരിക്കുന്ന നിന്റെ ബുദ്ധി ചലിക്കാതെ എപ്പോഴാണോ ആത്മാവിൽ സ്ഥിരമായി ഉറച്ചു നിൽക്കുന്നത്, അപ്പോൾ നീ യോഗത്തെ പ്രാപിച്ചവനായി തീരും എന്നാണ് പറയുന്നത്. ഇപ്പം ഇങ്ങനെ പറഞ്ഞതെല്ലാം കേട്ടിട്ട് എന്താണ് ലക്ഷ്യം എന്നറിയാതെ ആകെ ഒരു കലങ്ങിയിരിക്കുന്ന ബുദ്ധിയാണ് ഉള്ളത്. അതുകൊണ്ട് അതിൽ നിന്ന് എപ്പോഴാണോ നിൻ്റെ ബുദ്ധി സ്ഥിരമായിട്ട് നിൻ്റെ ആത്മാവിൽ നിന്ന് ഉറച്ചു നിൽക്കണേ, അപ്പോൾ നീ യോഗത്തെ പ്രാപിച്ചവനായിട്ട് തീരും എന്നാണ് പറയുന്നത്. ശ്ലോകം 54. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീഃ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. അർജുന ഉവാച, അർജുനൻ ചോദിച്ചു, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ. സ്ഥിതപ്രജ്ഞസ്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനം ഉറച്ചവൻ്റെ, കാ ഭാഷ, ഭാഷ കാ എന്ന് പറഞ്ഞാൽ ലക്ഷണം എന്താകുന്നു, സമാധിസ്ഥസ്യ സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന കേശവ, യോ ഭഗവാനേ കേശവ, സ്ഥിതിതധീഃ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. എന്നാൽ സ്ഥിതധീഃ എന്ന് പറഞ്ഞാൽ സ്ഥിതപ്രജ്ഞൻ, കിം പ്രഭാഷേത എന്തെല്ലാമാണ് സംസാരിക്കുക, കിമാസീത എന്ന് പറഞ്ഞാൽ കിം ആസീത എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇരിക്കുക, വ്രജേത കിം എന്ന് പറഞ്ഞാൽ കിം വ്രജേത അതായത് എങ്ങനെയാണ് നടക്കുക. ഇതിൻ്റെ മുഴുവൻ അർത്ഥം പറഞ്ഞാൽ ഇത്രയും കേട്ടിട്ട് അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന ജ്ഞാനം ഉറച്ചവൻ്റെ ലക്ഷണം എന്താണ്? സ്ഥിതപ്രജ്ഞൻ എന്തെല്ലാമാണ് സംസാരിക്കുക, അതേപോലെ തന്നെ സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് ഇരിക്കുക, എങ്ങനെയാണ് നടക്കുക, അതെല്ലാം പറയൂ എന്നുള്ള രീതിയിൽ ഭഗവാനോട് ചോദിക്കുകയാണ്. ശ്ലോകം 55. ശ്രീ ഭഗവാനുവാച പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യത്തെ. പ്രജാഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ. പ്രജാഹാതി നിശേഷം ഉപേക്ഷിക്കുകയും, യഥാ എപ്പോൾ, സർവാൻ കാമാൻ എല്ലാ ആഗ്രഹങ്ങളെയും, പാർത്ഥ അർജുന, മനോഗതാൻ മനസ്സിലുള്ള, ആത്മന്യേവാത്മന ആത്മനി ഏവ ആത്മാവിൽ തന്നെ, ആത്മന സ്വയം, തുഷ്ടഃ സന്തോഷിച്ചു കഴിയുകയും ചെയ്യുന്നുവോ, സ്ഥിതപ്രജ്ഞസ്തദ്യോച്യത്തെ. സ്ഥിതപ്രജ്ഞഃ സ്ഥിതപ്രജ്ഞനെന്ന് അതായത് ജ്ഞാനം ഉറച്ചവനെന്ന്, ഉച്യത്തെ പറയപ്പെടുന്നു, തഥാ അപ്പോൾ അദ്ദേഹത്തെ ആണ്. മുഴുവൻ അർത്ഥം പറഞ്ഞാൽ അർജുന എപ്പോൾ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും നിശേഷം ഉപേക്ഷിക്കുകയും ആത്മാവിൽ തന്നെ സ്വയം സന്തോഷിച്ചു കഴിയുകയും ചെയ്യുന്നുവോ, അപ്പോൾ അദ്ദേഹം ആള് സ്ഥിതപ്രജ്ഞനെന്ന് അല്ലെങ്കിൽ ജ്ഞാനം ഉറച്ചവനെന്ന് പറയപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതായത് ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ചിട്ട് ആത്മാവിലുള്ള ആനന്ദം, ആത്മാവെന്ന് പറയുന്നത് ഈശ്വരനാണ്. അപ്പോൾ ഈശ്വരനിലുള്ള ആനന്ദം, ആത്മാവിലുള്ള ആനന്ദത്തെ കൊണ്ട് സന്തോഷിച്ച് കഴിയുന്നവൻ ആരാണോ അവരെയാണ് സ്ഥിതപ്രജ്ഞൻ അല്ലെങ്കിൽ ജ്ഞാനം ഉറച്ചവനെന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് നടക്കുക, എങ്ങനെയാണ് ഇരിക്കുക എന്നൊക്കെയുള്ള അർജുനൻ്റെ ചോദ്യത്തിന് ഭഗവാൻ ഉത്തരം പറഞ്ഞു തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ശ്ലോകങ്ങൾ ശ്ലോകം 56 മുതൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പം നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.